പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് യാഥാർത്ഥ്യമായിരിക്കണം. ഈ ഘട്ടത്തിൽ എന്താണ് പറയുക? ഇത് സത്യത്തിൽ ലക്ഷാവധി BJP പ്രവർത്തകരെ സംബന്ധിച്ച്, അനുഭാവികളെ സംബന്ധിച്ച്, BJP കേരളത്തിൽ വളർന്നു വരണം എന്നാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ആഹ്ലാദത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും എല്ലാം ആത്മാഭിമാനത്തിൻ്റെയും ഒരു സുന്ദരമായ നിമിഷമാണ്. സ്വാഭാവികമായിട്ടും ആ കൂട്ടത്തിൽ എനിക്കും ഈ ഒരു ആഹ്ലാദവും ആത്മാഭിമാനവും ഒക്കെ മനസ്സിൽ തോന്നുകയാണ്. കാരണം പഴയ കാലഘട്ടത്തിൽ പഴയ രൂപത്തിലുള്ള ഓഫീസിൽ ഇവിടെ പ്രവർത്തിക്കാൻ ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാനും ഈ ഓഫീസിൽ സ്ഥിരതാമസക്കാരനുമായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെയൊരു വലിയൊരു മാറ്റം, അത് കേവലം ഈ കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ മാത്രമല്ല, വലുപ്പത്തിൽ മാത്രമല്ല, സൗകര്യത്തിൽ മാത്രമല്ല മാറ്റം. BJP ഇന്ന് ഒരു ലോകസഭ അംഗമുള്ള, അതോടൊപ്പം തന്നെ 20% ജനപിന്തുണയുള്ള, മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം എത്തി നിൽക്കുന്ന, ജനപിന്തുണയുടെ കാര്യത്തിൽ ജനസ്വാധീനത്തിൽ എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിട്ടുണ്ട്. മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ജനങ്ങളൊരു പരിവർത്തനം, മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വികസിത കേരളത്തിനായിട്ട് ജനങ്ങൾ BJPയോടൊപ്പം NDAയോടൊപ്പം അണിനിരക്കുന്നൊരു സാഹചര്യം വരാൻ വേണ്ടി പോവുകയാണ്. അതനുസരിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായിരിക്കും, മുഖ്യ ഭരണപക്ഷമായിരിക്കും. ഞാൻ പറഞ്ഞു വന്ന അതനുസരിച്ചിട്ടുള്ള ഒരു ആസ്ഥാനം BJPക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂവണിയുന്നൊരു സമയമായതുകൊണ്ട് ലക്ഷാവധി പ്രവർത്തകരുടെ സന്തോഷത്തോടൊപ്പം ഞാനും പങ്കിടുകയാണ്. മറ്റൊന്ന് താങ്കൾ ചോദിച്ചത് 2026 ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഒരു നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് കേരളത്തിൽ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങൾ നമ്മൾ വർഷങ്ങളായി കേൾക്കുകയാണ്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ തിരിച്ചടിക്കുമ്പോഴും BJP കൃത്യമായി സ്റ്റാൻഡ് ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകും. അല്ല, ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP, ഇന്നത്തെ CPM, നാളത്തെ BJP, അത് ശരിയാ. ഇന്നത്തെ കോൺഗ്രസ്സുകാരൊക്കെ നാളെ BJPയിലേക്ക് വരും, ഇന്നത്തെ CPMകാർ BJPക്ക് വരും. അതുപോലെ ഇന്നത്തെ കേരളം നാളത്തെ BJP കേരളമായിട്ട് മാറും. അത് കേവലം ഇന്നത്തെ CPM, ഇന്നത്തെ കോൺഗ്രസ് മാത്രമല്ല, ഇന്നത്തെ കേരളം ഉണ്ടല്ലോ, അത് നാളെ BJPയുടെ കൈകളിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അതൊരു പുതിയൊരു രാഷ്ട്രീയമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്, കേരളം ഉരുത്തിരിയാൻ വേണ്ടി പോകുന്നത്. പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഒരു അതിർത്തിയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളുണ്ട്? ഒരു അതൃപ്തിയില്ല, ആർക്കും ഒരു അതൃപ്തി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം BJPയിൽ കുറച്ച് ആളുകൾ സംസ്ഥാനത്തിന് ചുമതല വഹിക്കുന്നു, ചില ആളുകൾ ജില്ലയുടെ ചുമതല വഹിക്കുന്നു, ചില ആളുകൾ അഖിലേന്ത്യാ ചുമതല വഹിക്കും, ചില ആൾ വ്യത്യസ്ത ചുമതലകളാണ് പലരും വഹിക്കുന്നത്. ഒരേ ചുമതല എല്ലാവർക്കും വഹിക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആദർശത്തിൻ്റെ ആധാരത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതിന് ഈ ചുമതലകൾ ഈ കൊടുക്കുന്ന ഭാരവാഹിത്വമല്ല അവർക്ക് ഈ പ്രവർത്തനത്തിന് പ്രേരകമായി മാറുന്നത് ആശയമാണ്, ആദർശമാണ്. അതിൻ്റെ പ്രേരണയാണ് അവർക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഇന്ധനമായി മാറുന്നത്. എനിക്ക് അങ്ങനെ അഭിപ്രായമേ ഇല്ല. ഇത് ഇപ്പോഴത്തെ ടീം എന്ന് പറയുന്നത് നേരത്തെ തുടർന്നു വന്ന ടീമിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. ഇതൊരു ടീമാണ്. അത് എല്ലാവരും നേരത്തെ തന്നെ BJP, അതിനപ്പുറത്ത് ജനസംഘം, അക്കാലത്ത് തുടർന്നു വരുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ടീമെന്ന് പറയുന്നതും ഇന്നത്തെ നേതൃത്വം എന്ന് പറയുന്നതും. തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുക തീർച്ചയായും കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് BJPയുടെയും NDAയുടെയും ലക്ഷ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.